അവിടെ നിന്ന് രക്ഷപ്പെടണം. MBBS എന്നുള്ളത് അവന്റെ മോഹമാണ്, ഡോക്ടർ ആവാന്നുള്ളത് മോഹമാണ് അവന്റെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വീണ്ടും അവൻ ട്രൈ ചെയ്യാണ്. അങ്ങനെയുള്ളൊരു കൊച്ചു എന്തിനു ആത്മഹത്യ ചെയ്യണം? അപ്പൊ അതും ഈ ചെറിയൊരു ലോൺ എമൗണ്ടിന് നമ്മളെ കൊണ്ട് ആരെ കൊണ്ട് വിചാരിച്ചാലും പറ്റും ആ എമൗണ്ട് അടയ്ക്കാൻ. അപ്പൊ അത് നമ്മളെയല്ലേ അവൻ കോണ്ടാക്ട് ചെയ്യുള്ളൂ. അതൊന്നും അല്ല ഇവിടെ സംഭവിച്ചേക്കണം. ആ റൂമിനകത്ത് എന്ത് സംഭവിച്ചെന്നുള്ളത് അവരിപ്പോഴും ഒന്നും പുറത്തു വിടുന്നില്ല. ഈ ടീച്ചർ എന്തിന് ഇൻസ്റ്റാഗ്രാമിൽ ഇത്ര പെട്ടെന്ന് ഫോട്ടോ ഡിലീറ്റ് ചെയ്യണം? അതെ, ആ ഒരു പൊക്കത്തിൽ നിന്ന് ചാടി എന്ന് പറയുന്നത് അതൊരു വലിയ പൊക്കമല്ല. ആ വലിയൊരു പൊക്കമായിട്ട് പറയുന്നില്ല. അവർ ആദ്യം പറഞ്ഞ് 3 നിലയുടെ മണ്ടയെന്ന്, പിന്നെ പറഞ്ഞ് 5 നിലയുടെ മണ്ടയെന്ന് ചാടിയെന്ന്. ഇപ്പൊ ഒരു ഭാഗം കാണിച്ചിട്ട് ആ ഭാഗത്തിൽ നിന്നാണ് അവൻ ചാടിയെന്ന് പറയുന്നത്. ചാടിയ ഭാഗത്ത് വെട്ടുകല്ലിന്റെ കിടപ്പുണ്ട്. ആ വെട്ടുകല്ല് ഇടിച്ചു കഴിഞ്ഞാൽ രക്തമൊക്കെ അവിടെ സ്പ്രെഡ് ആവത്തില്ലേ? അങ്ങനെ ഒന്നുമില്ല. അതുപോലെ അവൻ എന്ത് ട്രീറ്റ്മെന്റ് അവിടെ അവർ മെഡിക്കൽ കോളേജിൽ കൊടുത്തു? അവിടെ ഒരു ഫെസിലിറ്റി ഇല്ലെങ്കിൽ അവർ വേറെ അടുത്ത് കൊണ്ടുപോകാത്തത്. 3 മണിക്കൂറോളം അവൻ ജീവനോടെ ഉണ്ടായിരുന്നില്ലേ? 1:30 ചാടിയപ്പോൾ 3:30 മരിച്ചത്. എങ്കിൽ പിന്നെ അവർക്ക് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൂടായിരുന്നു അവന്. അവരതും ചെയ്തിട്ടില്ല. അവർ എന്ത് ട്രീറ്റ്മെന്റ് കൊടുത്തെന്നുള്ളൊരു ഡീറ്റെയിൽസ് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് എയ്ഡ് കൊടുത്തു, ബ്ലഡ് അടച്ചു. എന്തിന് ബ്ലഡ് അടച്ച്? ഇന്റേണൽ ബ്ലീഡിങ്ങിന് ബ്ലഡ് അടയ്ക്കേണ്ട ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നിൽ അവന്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് എത്രത്തോളം പോയിട്ടുണ്ടെങ്കിൽ ബ്ലഡ് അടയ്ക്കണം. അവിടെ ബ്ലഡ് അധികമായിട്ട് അവിടെ ആ തറയിൽ വീണ പാടുകളൊന്നുമില്ല. പിന്നെ ബ്ലഡ് ഇവർ അടച്ചെന്നുള്ളൂ. പിന്നെ ബ്ലഡ് ഗ്രൂപ്പിന് അറിയാണ്ട് കുറച്ച് ബുദ്ധിമുട്ടി. അവന്റെ ഐഡന്റിറ്റി കാർഡിലുണ്ടായിരുന്ന ബ്ലഡ് ഗ്രൂപ്പ് വേറെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് വേറെ. ഒരു ബ്ലഡ് ഗ്രൂപ്പ് അറിയാൻ എത്ര സമയം വേണം? ഒരു മെഡിക്കൽ കോളേജിലാണ് നിങ്ങൾ ആലോചിക്കുന്നത്. ഒരു മെഡിക്കൽ കോളേജിൽ ഒരു പേഷ്യന്റിന്റെ ബ്ലഡ് ഗ്രൂപ്പ് അവിടെ നിന്നുള്ള സ്റ്റുഡൻസ് അങ്ങനെ പറഞ്ഞത്. ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ അറിയാനായിട്ട് കുറച്ച് സമയം എടുത്ത് അങ്ങനെ പിന്നെ കുട്ടികളെയൊക്കെ അന്വേഷിച്ചാണ് അവിടെ വേറെ ആൾക്കാർ അന്വേഷിച്ച് കോളേജിൽ പോയേക്കുന്നു. ബ്ലഡ് എത്രയും പെട്ടെന്ന് എ പോസിറ്റീവ് ബ്ലഡ് എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇതായിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് അല്ല. ഒരു മെഡിക്കൽ കോളേജിൽ പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന ബ്ലഡ് ഗ്രൂപ്പാണ് എ പോസിറ്റീവ്. എന്റെ അനിയന്റെ എ പോസിറ്റീവ് ആണ്. അതിനുവേണ്ടി അവർ ഇത്രയും അന്വേഷിച്ചടക്കേണ്ട കാര്യം തോന്നുന്നത്. അവിടെ ഒരു ബ്ലഡ് ബാങ്ക് ഇല്ലേ പ്രോപ്പർ ആയിട്ടുള്ളത്? ഒരു മെഡിക്കൽ കോളേജ് അല്ലേ? അവരെന്ത് ഫെസിലിറ്റീസ് അല്ല അവിടെ മെഡിക്കൽ കോളേജ് നടത്തുന്നത്? ഒരു മാനേജ്മെന്റ് ഈ നിമിഷം വരെ ഒരു മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുന്നെന്ന് പറഞ്ഞൊരു കോൾ വന്നിട്ടില്ല. അവിടുത്തെ മാനേജ്മെന്റ് ഡീറ്റെയിൽസ് എന്തോന്നു ആർക്കും അറിഞ്ഞൂടാ. പ്രിൻസിപ്പളിന്റെ കാര്യം പറഞ്ഞു. പ്രിൻസിപ്പളിന് ഇതിൽ ഒരു ഇതും ഇല്ലാത്ത രീതിക്കാണ് പ്രിൻസിപ്പൾ അങ്ങ് സംസാരിച്ചിട്ട് പോണത്. സംശയമുണ്ട്. പ്രിൻസിപ്പളിന്റെ ഉണ്ട്, ലതാ മാമിലും ഉണ്ട്. അതിനകത്ത് എന്ത് സംഭവിച്ചു എന്ന് ഇവർ പറയണം. അതിന്റെ അകത്ത് CCTV വിഷ്വൽസ് എന്തായിരുന്നു, അവിടെ അവർ സംസാരിച്ചത് എന്തൊക്കെയാണ്? അവന് നല്ല ടെൻഷൻ ഇല്ലാണ്ട് അവൻ അത് ചെയ്യൂല. ഞങ്ങൾ ആദ്യം തന്ന പെറ്റീഷൻ അനുസരിച്ച് ാണ്. അപ്പൊ അവര് കിട്ടുന്നതിൽ ഇപ്പൊ എന്തോ നല്ലൊരു താമസം വരുന്നുണ്ട്, കാലതാമസം എടുക്കുന്നുണ്ട്. അത് ഈ കേസിന്റെ ഒരു ഇതിന് ബാധിക്കും. കാര്യം നീണ്ടുപോകും. അതിൽ തന്നെ ഒരു ദുരൂഹതയുണ്ട്, ഒരു സംശയമുണ്ട്. എന്തുകൊണ്ട് ഇത്രയും നാളായിട്ടും അവരെവിടെയാണെന്ന് ട്രേസ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു സംശയങ്ങൾ ഞങ്ങൾക്കുണ്ട്. അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യണം. അത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടൊരു അന്വേഷണം കൊണ്ടാണ് അവർ പിടിക്കാനായിട്ട്. 2, ഈ പറയുന്ന മീറ്റിംഗ് റൂമിൽ, അതായത് ഒരു പക്ഷേ ഈ നമ്മുടെ പ്രിൻസിപ്പൾ പറയുന്ന അനുസരിച്ച് റാമോ സംഗീത അവിടെ ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഇത് രണ്ടാമതൊരു സിനാരിയാണ്. കാര്യം അവിടെ മീറ്റിംഗ് റൂമിൽ ഈ പറയുന്ന പ്രിൻസിപ്പളും ലത, ഈ പറയുന്ന മൂന്നാമതൊരു ലേഡി, ഒരു പ്രൊഫസർ, അപ്പോൾ അവർ 3 പേരാണ് പ്രതികൾ തീർച്ചയായിട്ടും. കാര്യം അവരെ മുമ്പേ ആണല്ലോ ഈ ഒരു ഹരാസ്മെന്റ് നടന്നിട്ട് അവൻ കരഞ്ഞുകൊണ്ട് പോകുന്നതായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ വീഡിയോയിൽ വന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതിനകത്തുള്ള വീഡിയോ, അത് ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പബ്ലിക്കിന്റെ മുമ്പിൽ അറിയിക്കണം. അത് ഞങ്ങൾക്ക് അറിയണം എന്താ അവിടെ നടന്നതെന്നുള്ളത് വിത്ത് സംഭാഷണത്തോടു കൂടി. അതെന്താണ് അവിടെ ഉണ്ട്, ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. കുറേ കുട്ടികൾ അവിടെ പ്രിൻസിപ്പലിന്റെ റൂമിൽ അത് ആ CCTVയിൽ സൗണ്ട് റെക്കോർഡിംഗ് ഉണ്ടെന്നുള്ളത് ഞാൻ അവിടെ ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എത്രത്തോളം ശരിയെന്നറിയില്ല. എന്താണെങ്കിലും അവിടെ സംഭവിച്ചത് എന്താണെന്നുള്ളത് അറിയണം. അതിനും ഒരു കൃത്യമായ അന്വേഷണം. അല്ലെങ്കിൽ ഈ കേസ് അവർ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പോയി ശരി, ലോൺ ആപ്പ് എടുത്തു. അത് പിന്നീട് ലതയിലേക്ക് ചൂണ്ടിക്കാണി. ഞാനും അച്ഛനും ആണല്ലോ ഗാർഡിയനായിട്ട് പോയത്. അച്ഛനെ വിളിക്കാം, എന്റെ ഫോൺ നമ്പർ എല്ലാം ഉണ്ടല്ലോ അവിടെ. അച്ഛനെ വിളിക്കാം. ഒരുപക്ഷെ അച്ഛൻ ജോലിയിലാണെങ്കിൽ പോലും അവർക്ക് കാര്യങ്ങൾ എന്നെ വിളിച്ചറിയിക്കായിരുന്നു. സഹോദരിമാരുടെ നമ്പർ ഫുൾ ടൈം ആക്റ്റീവാണ്. നമ്മൾ വിളിക്കാം. എന്തിനാ? അവ അടുത്ത് നിൽക്കുകയല്ലേ, അവന്റെ അടുത്ത് ചോദിക്കാവുന്നതിലുള്ള ഒരു നമ്പർ. പോലീസിന്റെ ഭാഗത്തുനിന്ന് അവരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള സമീപനം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? ഇത്രയും ദിവസമായിട്ട് ഇപ്പൊ ഇത്രയും ദിവസങ്ങളൊക്കെ കടന്നുപോയതിനു ശേഷം എനിക്കൊരു സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ പോലീസിന്റെ ഭാഗത്തുനിന്നാണോ അതോ ഇനി മാനേജിന്റെ ഭാഗത്താണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു സംരക്ഷണം കൊടുക്കുന്നുണ്ട് ആരൊക്കെയോ. ഈ 2 പേർക്ക് രക്ഷപ്പെടാനുള്ള തരത്തിലുള്ള സംരക്ഷണം എന്തായാലും നൽകുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. അന്വേഷണവുമായിട്ട് നമ്മൾ നല്ല രീതി തന്നെയാണ് പോകുന്നത് തന്നെയാണ്. പക്ഷേ അവിടെ നടക്കുന്ന സംഭവങ്ങളായിട്ടൊരു പൊരുത്തക്കേട്. കാര്യം ഈ 2 പേരെയും കിട്ടാത്തതിലുള്ള ഒരു കാലതാമസം, അതെന്തുകൊണ്ട് പോലീസിന് അവർക്ക് അറിയാൻ പറ്റുന്നില്ല, അവരുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ അവരെ പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഒരു സങ്കടമുണ്ട്, ഒരു ആശങ്കയുണ്ട്.
അതിൽ തൃപ്തിയില്ലാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞങ്ങൾ പോയ ദിവസം മുതൽ അവിടുത്തെ CI അദ്ദേഹം ഞങ്ങൾക്ക് വളരെ നല്ലൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. കാര്യം ശക്തമായ രീതിയിൽ അന്വേഷണം നടക്കും. ഞാൻ ഇന്നലെയും ഇന്നും കൂടി വിളിച്ച് സംസാരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ലെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇത്രയും കാലതാമസം എടുക്കുന്നത് എന്തുകൊണ്ടെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതൊരു സംശയമായിട്ടാണ് ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയും നാളായിട്ടും റിപ്പോർട്ട് വന്നിട്ടില്ല? അതൊക്കെയാണ് ഞങ്ങളുടെ സംശയങ്ങൾ. പിന്നെ ഈ ഉണ്ടായ ശരീരത്തിലുണ്ടാകുന്ന ആ പാടുകളുടെ കാര്യം അതും വ്യക്തമായിട്ട് അത് ഞാൻ നേരിട്ട് കണ്ടതാണ്. അവിടുത്തെ കുട്ടികൾ പോലും പലരും പറയുന്നുണ്ട് അവൻ്റെ ദേഹത്ത് ഒരു ഫോട്ടോസൊക്കെ അവരെടുത്തതല്ലേ, അപ്പോൾ അതൊക്കെ ദൃശ്യങ്ങളിലൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു പാടുകളും അവിടെ ഇല്ല അവൻ്റെ ശരീരത്തിൽ. സ്വാഭാവികമായിട്ടും തലയ്ക്ക് വെയിറ്റ് കൂടുമ്പോൾ മറിഞ്ഞ് വീഴുമ്പോൾ മുൻഭാഗങ്ങളിലോ പിറകുവശങ്ങളിലായിട്ടോ ഒരു പൊട്ടലോ എന്തെങ്കിലും ചതവോ കൊണ്ടാവണം. ഇതൊരു നെറ്റിയുടെ ചെറിയൊരു ഭാഗത്തുള്ള ഒരു പോറലും പിന്നെ കുറച്ച് അവിടെ ഇവിടെ ആയിട്ടുള്ള ചെറിയ ചതവുകളൊക്കെയാണ് കണ്ടത്. പിന്നെ കൂടുതലായിട്ട് കണ്ടത് ഈ കക്ഷത്തിൻ്റെ അത് ലെഫ്റ്റോ റൈറ്റോ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഈ ഒരു ഭാഗത്ത് താഴെ ഭാഗത്തായിട്ട് അണ്ടർആമിൻ്റെ ഭാഗത്തായിട്ട് ചെറിയ ഈ കമ്പി കൊണ്ട് കുത്തിയിട്ടുള്ള ഒരു പാടുകളാണ് കാണുന്നത്. അപ്പോൾ അത് പോലീസിനോട് പറഞ്ഞിരുന്നു മൊഴിയെടുക്കാൻ വന്ന സമയത്ത്? ഞാൻ പറഞ്ഞിരുന്നു സാർ, ഇവിടെ വന്നപ്പോഴും ഞാൻ പറഞ്ഞു.